ഹലോ ഗൈസ്, പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് നവംബർ 1 കേരളപ്പിറവി. ക്രിസ്ത്യൻസിനെ സംബന്ധിച്ചിടത്തോളം സകല വിശുദ്ധരുടെയും പെരുന്നാൾ നല്ലൊരു ദിവസം. സുട്ടുവിൻ്റെ ബർത്ത്ഡേയും കൂടിയിട്ടാട്ടോ. അതുകൊണ്ട് എനിക്ക് ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ ഇവന് 5 വയസ്സ് കഴിഞ്ഞതിന് ശേഷം ഇവൻ പറയും ഇവന് എന്തൊക്കെ വേണം, ഏത് ഡ്രസ്സ് വേണം, കഴിക്കാൻ എന്തൊക്കെ വേണം എന്ന് പറയും. വേണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ പുറത്തുനിന്ന് വേണമെന്നല്ല പറയാറ്, എന്നോട് ഉണ്ടാക്കി തരാനാണ് പറയാറ്. അപ്പോൾ എനിക്ക് ഉണ്ടാക്കാൻ അറിയാത്ത സാധനങ്ങളാണെങ്കിൽ ഞാൻ പുറത്തുനിന്ന് വാങ്ങിക്കും. അപ്പോൾ അപ്പോട് പറഞ്ഞിട്ട് പുറത്തുനിന്ന് വാങ്ങിക്കും. അപ്പോൾ ഈ കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് കുറേ ഓർഡർ ഉണ്ടായിരുന്നു. അതായത് നൂഡിൽസ്, സോസ്, ചിക്കൻ ഫ്രൈ, അപ്പം, ഇഷ്ടം അതൊക്കെ നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്നതായതുകൊണ്ട് ഞാനെല്ലാം ഉണ്ടാക്കി കൊടുത്തു. എനിക്ക് നല്ല പണിയായിരുന്നു. പക്ഷേ ഈ പ്രാവശ്യം എനിക്ക് പണി ഇത്തിരി കുറഞ്ഞു. കാരണം അവൻ പറഞ്ഞത് പൊറോട്ട, ചിക്കൻ കറി, പപ്പടം, പഴം, പായസം. പിന്നെ പൊറോട്ട എനിക്ക് ഉണ്ടാക്കാൻ അറിയാത്തതുകൊണ്ട് പൊറോട്ട പുറത്തുനിന്ന് വാങ്ങിച്ചു. പിന്നെ ചിക്കൻ കറി ഉണ്ടാക്കി, പായസം ഉണ്ടാക്കി. പപ്പടം പിന്നെ വറക്കാൻ വലിയ പണിയൊന്നുമില്ലല്ലോ, പഴം ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയാണ്. ഇപ്പോൾ ഇവൻ പറയുന്നത് കേട്ട് റോണും പറഞ്ഞു തുടങ്ങി എൻ്റെ ബർത്ത്ഡേക്ക് എനിക്ക് ഇതൊക്കെ വേണം, അതുകൊണ്ട് ആ ശീലം അങ്ങോട്ട് തുടർത്ത് പോകട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. കാരണം നമുക്ക് ഉണ്ടാക്കി കൊടുക്കാൻ നമ്മുടെ സന്തോഷം അവർ കഴിക്കാനും. ഇപ്പോൾ ഇവർക്ക് ബർത്ത്ഡേക്ക് എനിക്ക് ബലൂൺ മേടിച്ച് വീർപ്പിക്കൽ ഭയങ്കര നിർബന്ധമുള്ള കാര്യം. ഒരു 10-30 ബലൂൺ വാങ്ങിച്ച് മേടിച്ചിട്ടുണ്ടെങ്കിലും ഇവർക്ക് ആ സംഭവം കേക്ക് മുറിച്ച് കഴിഞ്ഞാൽ അപ്പം തന്നെ സൂചി എടുത്ത് പൊട്ടിക്കണം. ആ 30 ബലൂൺ ഉണ്ടെങ്കിൽ 30 അല്ല 40 ബലൂൺ ഉണ്ടെങ്കിൽ 40. അപ്പോൾ ഈ പ്രാവശ്യം കുറച്ച് ബലൂൺ മേടിച്ചോളൂ, 10-20 ബലൂൺ മേടിച്ചോളൂ. അല്ലെങ്കിൽ മൊത്തം അവിടെ ക്ലീൻ ചെയ്യാനും നിൽക്കണം. കുത്തി പൊട്ടിച്ച് നേരം വെളുക്കുമ്പോൾ ഒരു ബലൂൺ പോലും അവർ അവശേഷിപ്പിക്കില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. സന്തോഷമായിട്ടിരിക്കുന്നു. കേക്കൊക്കെ മുറിച്ചു, എല്ലാവരും കഴിച്ചു. ഇനിയിപ്പം ഞാനുണ്ടാക്കി ചിക്കൻ കറി വരാൻ പോണ്. ചിക്കൻ കറി ചാറോട് കൂടി ഉണ്ടാക്കിയത്, കുറച്ച് ഗ്രേവി ഇട്ട്. ഇത് വല്ലവരും ഉണ്ടാക്കിയ പൊറോട്ട, പിന്നെ ഞാനുണ്ടാക്കിയ പായസം. നിങ്ങൾ ഇളക്കുമ്പോൾ കുറച്ച് വെള്ളം പോലെ ഇങ്ങനെ തോന്നിയിട്ടുണ്ട്. പക്ഷേ അങ്ങനെയല്ല കേട്ടോ, അത് നല്ല പാല്, തൻപാലില്ല, അവസാനത്തെ പാലൊന്നും ഞാൻ ഒഴിക്കാണ്ട് ഇങ്ങനെ വീഡിയോ എടുത്തുകൊണ്ട് കേട്ടോ പായസം അങ്ങനെ ഇരിക്കുന്നത്. ഇത് ഇപ്പോൾ ഇവരുടെ ഓരോ ഗോഷ്ഠിത്തരങ്ങളാണ്. അത് കഴിയുമ്പോൾ ഇത് കുത്തിപ്പൊട്ടിക്കാനുള്ളതാണ്. രണ്ടുപേരും കൂടിയിട്ട്. റോണുവിനന്ന് ചെറിയൊരു പനിയായിരുന്നു, അതുകൊണ്ട് ആൾക്ക് അത്ര ഉഷാറില്ല. പിന്നെ കേക്കും ബലൂണൊക്കെ കണ്ടാൽ എന്നോട് ഒരു ഉഷാർ അത്രയും തന്നെ. പിന്നെ പപ്പടം, പഴം, പായസമൊക്കെ കൂട്ടി തിന്നുന്നൊരു ചെറിയൊരു വീഡിയോ എടുത്തതാണ്. ഇവർക്ക് സുട്ടുവിന് ഞാൻ പപ്പടം, പഴം, പായസം ഓണത്തിന് കൂട്ടിക്കുഴച്ച് തിന്നുമ്പോൾ ഇവർ പറയും അയ്യേന്ന് പറയും. അപ്പോൾ ഞാനൊരു ദിവസം വായിൽ വെച്ച് കൊടുത്തു. ഇത് ടേസ്റ്റ് ഉണ്ട്. അതിനുശേഷം ഭയങ്കര ഇഷ്ടമാണ് പപ്പടവും പഴവും പായസം. അല്ലെങ്കിൽ അതിന് മുന്നേ അയ്യേ എന്തിട്ടൊക്കെ കാണിക്കണമെന്ന്. ഇപ്പം എനിക്ക് ഇവൻ കൂട്ടിക്കുഴക്കണ കാണുമ്പോൾ എനിക്ക് എന്തോ പോലെ തോന്നും ഭയങ്കരമായിട്ട്. എനിക്ക് അതിന് അത്രയ്ക്ക് അങ്ങോട്ട് കൂട്ടിക്കുഴക്കണത് ഇഷ്ടമല്ല. കുറച്ചൊക്കെ ഇങ്ങനെ ഇവനങ്ങോട്ട് അങ്ങോട്ട് കുഴയ്ക്കും. അപ്പം അങ്ങനെ. അപ്പം ഞാനിതിനൊരു ഷോർട്സ് എടുത്തിട്ടുണ്ടായിരുന്നേ. ജസ്റ്റ് ഒരു പാട്ടിട്ട് ഞാൻ ഇട്ടിട്ടില്ല. കാരണം എൻ്റെ ഷോർട്സ് ഒന്നും ആരും കാണുന്നില്ല യൂട്യൂബിൽ, ആരും കാണുന്നില്ല. 4 വ്യൂ 5 വ്യൂ 10 വ്യൂ. അതുപോലെ തന്നെ ഒരു 2 റൂണുവിന് റൂണിൻ്റെ മടിയിലിരിക്കേണ്ട വോയിസ് കേൾക്കാനായിട്ട്. റൂണു ചുമയാണെന്ന് പറഞ്ഞേ. ചുമയാണ്. സ്കൂളിൽ പോയിട്ടില്ല എന്ന് പറഞ്ഞേ. കുറുമ്പുണ്ടെന്ന് പറഞ്ഞേ. മടിയുണ്ടെന്ന് പറഞ്ഞേ. രണ്ടുണ്ട്, രോഗമുണ്ട്, മടിയുണ്ട് അല്ലേ. ചുമയേക്കാളും കൂടുതൽ എന്താ മടി അല്ലേ. നാളെ സ്കൂളിൽ പോയിക്കൊള്ളാം കേട്ടോ. ബർത്ത്ഡേ ഇഷ്ടപ്പെട്ടാ ചേട്ടൻ്റെ? ഇഷ്ടപ്പെട്ടാ? മോൻ്റെ ബർത്ത്ഡേക്ക് ഇനി അടുത്ത ബർത്ത്ഡേക്ക് എന്തൊക്കെ വേണം? ചിക്കൻ ബിരിയാണി. ചിക്കൻ ബിരിയാണി. പിന്നെ ബീഫ്, പായസം. പിന്നെ അത്രയും മതി. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ.